ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. കപ്പൽ നിർമ്മാണത്തിനും സമുദ്ര ആവാസ വ്യവസ്ഥയുടെ പുനരുജ്ജീവനത്തിനുമായി 69,725 കോടി രൂപയുടെ സമഗ്ര പാക്കേജിന് അംഗീകാരം നൽകി കേന്ദ്ര മന്ത്രിസഭായോഗം. രാജ്യത്ത് മെഡിക്കൽ വിദ്യാഭ്യാസ സീറ്റുകൾ വർദ്ധിപ്പിക്കാനും തീരുമാനം. കൊച്ചി കളമശ്ശേരിയിൽ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കാൻ സംസ്ഥാന മന്ത്രിസഭ അനുമതി നൽകി. സംസ്ഥാനത്തെ നെൽ കർഷകരുടെ പ്രശ്നം പരിഹരിക്കുന്നതിനായി കൃഷി മന്ത്രാലയം നിയോഗിച്ച കേന്ദ്ര സംഘം ഇന്ന് കുട്ടനാട് സന്ദർശിച്ചു. പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റിയുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതായി സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ കപ്പൽ നിർമ്മാണം, സമുദ്ര ആവാസ വ്യവസ്ഥയുടെ പുനരുജ്ജീവനം എന്നിവയ്ക്കായി 69,725 കോടി രൂപയുടെ സമഗ്ര പാക്കേജിന് അംഗീകാരം നൽകി കേന്ദ്ര മന്ത്രിസഭായോഗം. ആഭ്യന്തര ശേഷി വികസനം, നിക്ഷേപ സാധ്യത വർദ്ധിപ്പിക്കൽ, ഗ്രീൻഫീൽഡ്, ബ്രൌൺഫീൽഡ് ഷിപ്പ്യാർഡുകളുടെ വികസനം എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യത്തെ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ ബിരുദാനന്തര സീറ്റുകൾ വർദ്ധിപ്പിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി 5000 വീതം PG സീറ്റുകളും MBBS സീറ്റുകളും കേന്ദ്ര സഹായത്തോടെ പുതുതായി സൃഷ്ടിക്കും. मेडिकल एजुकेशन के लिए माननीय प्रधानमंत्री जी ने एक संकल्प जो लिया था कि 75,000 एडिशनल मेडिकल सीट्स 5 साल में क्रिएट करेंगे भारत में, तो आज 5,000 नए पोस्ट ग्रेजुएट सीट्स का अप्रूवल कैबिनेट में मिला है और इसके लिए आउटले होगा 15,035 करोड़ रुपीस. റെയിൽവേ ജീവനക്കാർക്ക് 78 ദിവസത്തെ ശമ്പളം ബോണസായി നൽകാനും കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചു. കൊച്ചി കളമശ്ശേരിയിൽ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കുന്നതിന് തത്വത്തിൽ അനുമതി നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം. HMT ലിമിറ്റഡിന്റെ കൈവശമുള്ള 27 ഏക്കർ ഭൂമി ഇതിനായി ഏറ്റെടുക്കും. പ്രാരംഭ നടപടികൾ ആരംഭിക്കുന്നതിനും കേന്ദ്ര സഹായം ലഭിക്കുന്നതിനുമുള്ള സാധ്യത പരിശോധിക്കുന്നതിനും ആഭ്യന്തര വകുപ്പിനെ യോഗം ചുമതലപ്പെടുത്തി. 12 ലക്ഷത്തിലധികം ചതുരശ്ര അടിയിൽ ആധുനിക സംവിധാനങ്ങളോടുകൂടിയ ജുഡീഷ്യൽ സിറ്റിയാണ് കളമശ്ശേരിയിൽ വിഭാവനം ചെയ്യുന്നത്. കേരള പൊതുസേവനാവകാശ ബില്ലിന്റെ കരടും മന്ത്രിസഭ അംഗീകരിച്ചു. സംസ്ഥാനത്തെ സർവകലാശാല നിയമങ്ങളിൽ സിൻഡിക്കേറ്റ് യോഗം ചേരുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ വ്യവസ്ഥ കൂട്ടിച്ചേർക്കുന്നതിനുള്ള കരട് ബില്ലിനും അംഗീകാരമായി. കേരളത്തിലെ നെൽ കർഷകരുടെ പ്രശ്നം പരിഹരിക്കുന്നതിനായി കൃഷി മന്ത്രാലയം നിയോഗിച്ച കേന്ദ്ര സംഘം ഇന്ന് കുട്ടനാട്ടിൽ സന്ദർശനം നടത്തി. കേന്ദ്ര കാർഷിക മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി S. രുക്മിണിയുടെ നേതൃത്വത്തിലുള്ള 7 സംഘമാണ് സന്ദർശനം നടത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം ആലപ്പുഴ ജില്ലയിലെ നെൽകർഷകർക്ക് വലിയ പ്രതീക്ഷകളാണ് നൽകിയിട്ടുള്ളത്. രാവിലെ ചേർത്തല അന്തകാനഴിയിലെ ചെമ്പകശ്ശേരി പാടശേഖരങ്ങളിലെ കർഷകരുമായി ചർച്ച നടത്തിയ ശേഷമാണ് കുട്ടനാട്ടിലെ വിവിധ പാടശേഖരങ്ങൾ സന്ദർശിച്ചത്. കുട്ടനാട്ടിലെ നെൽകൃഷിയുടെ വികസനത്തിനായി പ്രത്യേക നിർദ്ദേശങ്ങൾ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി കേന്ദ്ര കൃഷിമന്ത്രിക്ക് സമർപ്പിക്കുമെന്ന് കേന്ദ്ര സംഘം കർഷകരോട് അറിയിച്ചിട്ടുണ്ട്. മങ്കമ്പിലെ നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ ജനപ്രതിനിധികളുമായും കർഷകരുമായും പൊതുപ്രവർത്തകരുമായും കേന്ദ്ര സംഘം ചർച്ച നടത്തി. ബംഗളൂരു വ്യാവസായിക ഇടനാഴിയുടെ ആദ്യ നോഡായ പാലക്കാട് സ്മാർട്ട് സിറ്റിയുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനുള്ള ടെൻഡർ നടപടികൾ കേരളം പൂർത്തിയാക്കി. കഴിഞ്ഞ വർഷം രാജ്യത്ത് അനുവദിക്കപ്പെട്ട 12 വ്യാവസായിക ഇടനാഴികളിൽ അടിസ്ഥാന സൌകര്യ വികസനത്തിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഇതോടെ കേരളം മാറി. 1,316 കോടി രൂപയ്ക്കാണ് കരാർ ഒപ്പിട്ടത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടനെ ആരംഭിക്കും. സ്ത്രീകളുടെ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിലൂടെ കുടുംബങ്ങളെ ശക്തമാക്കാൻ ലക്ഷ്യമിടുന്ന സ്വസ്ഥ് നാരി സശക്ത് പരിവാർ ക്യാമ്പയിന്റെ ഭാഗമായി തിരുവനന്തപുരം വെള്ളനാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ സ്ത്രീകൾക്കായി ആരോഗ്യ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗൈനക്കോളജി, പീഡിയാട്രിക്സ് എന്നീ വിഭാഗങ്ങളിലായിരുന്നു ഇന്ന് പരിശോധന നടന്നത്. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ സംഘടിപ്പിച്ച ക്യാമ്പിന്റെ ഭാഗമായി അർബുദ രോഗനിർണയം, ജീവിതശൈലി രോഗനിർണയം, പ്രതിരോധ കുത്തിവയ്പ്, കുട്ടികൾക്കുള്ള വൈറ്റമിൻ മരുന്ന് വിതരണം എന്നിവ നടന്നു. GST ഘടനാ പരിഷ്കാരങ്ങൾ രാജ്യത്ത് തിങ്കളാഴ്ച മുതൽ നിലവിൽ വന്നതോടെ നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ 400-ലധികം ഉൽപ്പന്നങ്ങൾക്ക് വില കുറഞ്ഞു. പുതുതലമുറ GST പരിഷ്കാരങ്ങളിലൂടെ ആരോഗ്യമേഖലയിൽ കേന്ദ്ര സർക്കാർ ഗണ്യമായ നികുതി ഇളവുകളാണ് വരുത്തിയിട്ടുള്ളത്. ആരോഗ്യ, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയങ്ങളെ GSTയിൽ നിന്നും ഒഴിവാക്കി. ക്യാൻസർ, ഗുരുതര രോഗങ്ങൾ എന്നിവയ്ക്കുള്ള 33 ജീവൻ രക്ഷാ മരുന്നുകളുടെ നികുതിയും ഒഴിവാക്കിയിട്ടുണ്ട്. മെഡിക്കൽ ഉപകരണങ്ങളുടെ നികുതിയും 12% നിന്ന് 5% കുറച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന് രാജ്യത്ത് മികച്ച വരവേൽപ്പ്. വിപുലമായ പരിപാടികളാണ് രാജ്യമെമ്പാടും ഇതിന്റെ ഭാഗമായി നടക്കുന്നത്. മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക, അനധികൃത മാലിന്യ നിക്ഷേപ സ്ഥലങ്ങൾ കണ്ടെത്തി ശുചീകരിക്കുക തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ ഗാന്ധി ജയന്തി ദിനം വരെ നീളുന്ന ക്യാമ്പയിനിലൂടെ നടന്നുവരുന്നു. പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കി രാജ്യത്ത് പരിവർത്തനവും പുരോഗതിയും കൊണ്ടുവരുന്നതിനായി കേന്ദ്ര സർക്കാർ AI മിഷനിലൂടെ സ്വീകരിച്ച നടപടികളാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയായ സേവാ പർവിൽ ഇന്ന്. നമ്മുടെ ജീവിതത്തെയും പ്രവൃത്തികളെയും സങ്കല്പങ്ങളെയും ഒന്നാകെ മാറ്റിമറിച്ചിരിക്കുകയാണ് നിർമ്മിത ബുദ്ധി എന്ന വിപ്ലവകരമായ സാങ്കേതിക വിദ്യ. 10,300 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് കഴിഞ്ഞ വർഷം മാർച്ചിൽ നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യ AI മിഷന് അംഗീകാരം നൽകിയത്. നിർമ്മിത ബുദ്ധി എന്ന സാങ്കേതിക വിദ്യയെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. भारत AI डेवलपमेंट और एडॉप्शन में आगे रहने वाले देशों में शामिल। इसके विस्तार के लिए सरकार ने इंडिया AI मिशन को लॉन्च किया है. हम मेक AI इन इंडिया इसके विजन पर काम कर रहे हैं और हमारा उद्देश्य है मेक AI वर्क फॉर इंडिया. സാങ്കേതിക വിദ്യയുടെ ജനാധിപത്യവൽക്കരണം, സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കൽ എന്നിവയും പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ്. വികസിത ഭാരതം എന്ന ലക്ഷ്യം നേടുന്നതിന് ഡിജിറ്റൽ അടിത്തറ സൃഷ്ടിക്കാനും ഇതിലൂടെ സാധിക്കും. സേവാ പർവിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക ചർച്ച നാളെ ഉച്ചതിരിഞ്ഞ് 3:30 പ്രക്ഷേപണം ചെയ്യും. ഡിജിറ്റൽ ഇന്ത്യ ആധാർ മുതൽ AI വരെ എന്ന വിഷയത്തെക്കുറിച്ച് കേരള സർവകലാശാല മുൻ പ്രൊഫസറും CDIT മുൻ ഡയറക്ടറുമായ ഡോക്ടർ അച്യുത് ശങ്കർ സംസാരിക്കും. കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് മഹാരാഷ്ട്ര ആരോഗ്യമന്ത്രി പ്രകാശ് അബിദ്കർ സംസ്ഥാനത്തെ ആശുപത്രികൾ സന്ദർശിച്ച ശേഷം ആരോഗ്യവകുപ്പുമായി നടത്തിയ ചർച്ചയിലാണ് മഹാരാഷ്ട്ര ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം കേരളത്തെ അഭിനന്ദിച്ചത്. മന്ത്രി വീണ ജോർജുമായും സംഘം കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ അഭിമാനമായ ഗഗൻയാൻ ദൌത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യോമസേന ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ തിരുവനന്തപുരം തൈക്കാട് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. ബഹിരാകാശത്തേക്കുള്ള തന്റെ സ്വപ്നയാത്രയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ അദ്ദേഹം കുട്ടികളുമായി പങ്കുവച്ചു. നിറഞ്ഞ കയ്യടിയോടെയാണ് വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ സ്വീകരിച്ചത്. വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ വിജയദശമി ദിനത്തോടനുബന്ധിച്ച് ഒക്ടോബർ 2 രാവിലെ 8 മുതൽ സംഘടിപ്പിക്കുന്ന ആദ്യാക്ഷരവേദിയിൽ കുഞ്ഞുങ്ങളെ ആദ്യാക്ഷരം എഴുതിക്കും. K. ജയകുമാർ, അച്യുത് ശങ്കർ, രാജശ്രീ വാര്യർ എന്നിവർ ഗുരുക്കന്മാരായി എത്തും. കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്താൻ താൽപര്യമുള്ളവർക്ക് വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ സൌജന്യമായി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നാണ് മുന്നറിയിപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് മത്സരം. ഏഷ്യാകപ്പ് ഫൈനൽ പ്രവേശനം ലക്ഷ്യമിട്ടാണ് സൂപ്പർ 4ലെ 2ാം മത്സരത്തിനായി ഇന്ത്യ ഇന്നിറങ്ങുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കപ്പൽ നിർമ്മാണത്തിനും സമുദ്ര ആവാസ വ്യവസ്ഥയുടെ പുനരുജ്ജീവനത്തിനുമായി 69,725 കോടി രൂപയുടെ സമഗ്ര പാക്കേജിന് അംഗീകാരം നൽകി കേന്ദ്ര മന്ത്രിസഭായോഗം. രാജ്യത്ത് മെഡിക്കൽ വിദ്യാഭ്യാസ സീറ്റുകൾ വർദ്ധിപ്പിക്കാനും തീരുമാനം. കൊച്ചി കളമശ്ശേരിയിൽ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കാൻ സംസ്ഥാന മന്ത്രിസഭ അനുമതി നൽകി. സംസ്ഥാനത്തെ നെൽ കർഷകരുടെ പ്രശ്നം പരിഹരിക്കുന്നതിനായി കൃഷി മന്ത്രാലയം നിയോഗിച്ച കേന്ദ്ര സംഘം ഇന്ന് കുട്ടനാട് സന്ദർശിച്ചു. പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റിയുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതായി സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.